നമസ്തേ. ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് പദം, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് ഇനി ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, അക്ഷരാണാം യോജന പദം. അക്ഷരങ്ങളുടെ യോജനയെ പദം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ കൂട്ടിവെച്ചാൽ, കൂട്ടിച്ചേർത്തു വെച്ചാൽ അതിനെ പദം എന്ന് പറയുന്നു. ഉദാഹരണം: വനം, സീത, വിദ്യാലയഃ. അല്ലേ? വനം നോക്കൂ, 1, 2 രണ്ടക്ഷരങ്ങളെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. സീത, ഇവിടെയും രണ്ടക്ഷരങ്ങളെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ വിദ്യാലയഃ, അവിടെ 4 അക്ഷരങ്ങളെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അക്ഷരങ്ങളെ ചേർത്ത് വെച്ച് നമുക്ക് പദം നിർമ്മിക്കാം. ഇപ്പൊ പദം എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്തത് എഴുതിയിരിക്കുന്നത് നോക്കൂ, സുപ്തിങ്ങന്തം പദം. സുപ്പും തിങ്ങും അത് പദമാണ് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാല് പദം 2 വിധത്തിലാണ് ഉള്ളത്. ഈ സുപ്തിങ്ങന്തം പദം എന്നത് പാണിനി സൂത്രമാണ്. ഓക്കെ, അപ്പൊ പദം 2 ടൈപ്പിലാണ്, സുബന്ധഃ, തിങ്ങന്തഃ. സുബന്ധഃ എന്ന് പറഞ്ഞാല് എല്ലാ നാമപദങ്ങളും ഈ സുബന്ധങ്ങളാണ്. ഓക്കെ, അതേപോലെ തിങ്ങന്തങ്ങളോ, എല്ലാ ക്രിയാപദങ്ങളും തിങ്ങന്തങ്ങളിൽ പെടും. ഓക്കെ, അപ്പോൾ പദം 2 വിധത്തിലാണ്, സുബന്ധം, തിങ്ങന്തം. സുബന്ധം എല്ലാ നാമപദങ്ങളും, തിങ്ങന്തം എല്ലാ ക്രിയാപദങ്ങളും. ക്ലിയർ ആണല്ലോ. ഇനി ഈ സുബന്ധങ്ങളെ മനസ്സിലാക്കാൻ നിയമമുണ്ട്. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. അതാണ് ഇവിടെ 1 എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? അന്തലിംഗ വചന വിഭക്തയഃ. ഇത് സുബന്ധങ്ങളെ മനസ്സിലാക്കാനുള്ള നിയമമാണ്. ഈ നിയമങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സുബന്ധമാണോ എന്ന് നമുക്ക് വ്യക്തമാകും. ഒരു സുബന്ധ പദം കിട്ടിക്കഴിഞ്ഞാൽ ഈ നിയമങ്ങളെല്ലാം അറിയേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നമുക്ക് പദച്ഛേദം ചെയ്ത് നോക്കാം. അന്തഃ, ലിംഗഃ, വചനം, വിഭക്തി. ഇതിനെ ഒന്നിച്ചെഴുതിയിരിക്കുകയാണ്, അന്തലിംഗ വചന വിഭക്തയഃ എന്നത്. ഓക്കെ, അപ്പൊ സുബന്ധങ്ങളെ അറിയണമെങ്കിൽ ആദ്യം എന്താണ് അന്തഃ എന്നറിയണം, അതുപോലെ ലിംഗഃ എന്താണ് അറിയണം, വചനത്തെ അറിയണം, വിഭക്തിയെയും അറിയണം. ഈ 4 എണ്ണം അറിഞ്ഞാൽ സുബന്ധങ്ങൾ ക്ലിയറായി. അതേപോലെ തിങ്ങന്തങ്ങളെ അറിയണമെങ്കിൽ 5 നിയമങ്ങളാണ് ഉള്ളത്. ഏതാണ്? ധാതു, ലകാര, പുരുഷ, വചന പദാനി. ഈ പദാനി അല്ല ഈ പദം, വ്യത്യാസമുണ്ട്. ഓക്കെ, അത് നമ്മൾ പോകുന്ന ക്ലാസ്സുകളിൽ മനസ്സിലാകുന്നതായിരിക്കും. അപ്പൊ ഇതിനെ നമുക്കൊന്ന് പിരിക്കാം. ധാതുഹു, ലകാരഃ, പുരുഷഃ, വചനം, പദം. ചേർത്ത് എഴുതുമ്പോൾ ധാതു, ലകാര, പുരുഷ, വചന പദാനി. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? പദം എന്താണ് എന്ന് പഠിച്ചു. ആ പദം 2 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു, സുബന്ധം, തിങ്ങന്തം. സുബന്ധങ്ങളെ അറിയാൻ അന്തലിംഗ വചന വിഭക്തി, അതേപോലെ തിങ്ങന്തങ്ങളെ അറിയാൻ ധാതു, ലകാര, പുരുഷ, വചന, പദം. ഇവ നമുക്ക് അറിയണം. ഇതുവരെ ഓക്കെയാണ്. ഇനി അടുത്തത്, ഈ പേരുണ്ടല്ലോ, സുബന്ധഃ, അതേപോലെ തിങ്ങന്തഃ. എങ്ങനെയാണ് ഈ പേര് വന്നത് എന്ന് നമുക്ക് അറിയണം, അല്ലെ? ആ ക്ലാസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ പേര് വന്നത് എന്ന്. ഓക്കെ, താങ്ക് യു.